കളിക്കാൻ ആളില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ വന്നൊരു റീപ്ലൈ ആണ്, ബ്രോ എനിക്ക് കളിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ വൈകുന്നേരം കളിക്കാൻ പോണ സമയത്ത് കളി കുറവായതുകൊണ്ട് ഭയങ്കരമായിട്ട് എന്താകുന്നുണ്ട്, അവോയ്ഡ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ ചീത്ത പറയുന്നുണ്ട്, ഭയങ്കര പ്രഷർ പറയുന്നുണ്ട്. സോ അങ്ങനെ ആവുന്ന സമയത്ത് പിറ്റേ ദിവസം ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകാൻ തോന്നൂല എന്നുള്ളൊരു കാര്യം. എല്ലാ ഗ്രൗണ്ടിലും നല്ല അടിപൊളിയായിട്ട് കളിക്കണ 3-4 പ്ലേയേഴ്സ് ഉണ്ടാവും. അവരെ ഒരു മെന്റാലിറ്റി എന്താന്ന് വെച്ചാൽ അവരതേപോലെ തന്നെ ബാക്കിയുള്ള പ്ലേയേഴ്സും കളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അവരവരെ താല്പര്യം കൊണ്ട് വരുന്ന സമയത്ത് മാക്സിമം ചടപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം എന്തായാലും വരില്ല. ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കണ ആള് ചിലപ്പോൾ നന്നായിട്ട് കളിക്കണം എന്നുണ്ടാവില്ല. അതേപോലെ തന്നെ ഗ്രൗണ്ടിൽ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരും ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കണം എന്നുണ്ടാവില്ല. അത് കരുതിയിട്ട് ക്ലാസ് റൂമിൽ നമ്മൾ ഈ മണ്ടനാണ്, ഈ പൊട്ടനാണ്, എന്നെ കൊണ്ടൊന്നും കഴിയൂല, ഈ നാളെ തൊട്ട് ക്ലാസ്സിക്ക് വരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സെയിം ആണ് ഗ്രൗണ്ടിൽ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ കേൾക്കുന്ന സമയത്ത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്ലെയർ അയാളെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഒരു പാസും ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ത്രൂ ബോളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒപ്പം കളിക്കുന്ന പ്ലെയേഴ്സിന് അത്ര ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അത് എടുക്കൽ ഡിഫിക്കൽട്ടായിരിക്കും. അത് മിസ് പാസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ പല സംഗതികളും സംഭവിക്കും. അവിടെ അവരോട് പ്രഷർ കയറാൻ നിന്ന് കഴിഞ്ഞാൽ അത് നടപടിയാണ് കാര്യമല്ല. ഒരു പ്ലെയറിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ കപ്പാസിറ്റിക്ക് അനുസരിച്ചില്ല, നമ്മളൊപ്പം കളിക്കുന്ന പ്ലേയേഴ്സിന്റെ കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പാസും അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ഒപ്പം ചെയ്യുമ്പോഴാണ് ഒരു മനസ്സും ഒരു പന്തുമായിട്ട് ആ കളി നല്ല രീതിയിൽ വിജയിക്കുള്ളൂ, അല്ലേ?